സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മുടെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ തൊട്ട് തന്നെ ആദ്യം കേൾക്കുന്ന തിരുവനന്തപുരം നഗരസഭയിലേക്ക് മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയുടെ പേര്, നഗരസഭയിലെ മുട്ടട വാർഡിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി ഒരു ചെറുപ്പക്കാരിയായിട്ടുള്ളൊരു പെൺകുട്ടിയാണ്. 23 വയസ്സോ മറ്റേ ഉള്ളൂ, 24 വയസ്സ്. വൈഷ്ണവ IT പാർക്ക് ജോലി ചെയ്യുന്നു, LLBക്ക് പഠിക്കുന്നു, അതുപോലെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു, പിന്നെ ആങ്കറായിട്ട് ജോലി ചെയ്യുന്നു. അങ്ങനെ ഒത്തിരി പ്രതിഭകളൊക്കെ, ബാസ്കറ്റ്ബോൾ താരമാണ്, പാട്ട് പാടുന്ന ആളാണ്. അങ്ങനെ എല്ലാം കൊണ്ടും ശ്രദ്ധ ആകർഷിച്ച ഒരു ആളായിരുന്നു വൈഷ്ണവ. നിർഭാഗ്യവശാൽ വൈഷ്ണവയ്ക്ക് ഇപ്പം മത്സരിക്കാൻ ഒക്കുമോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല. പക്ഷേ വൈഷ്ണവയുടെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് മാറ്റി. കാര്യം അഡ്രസ്സ് ആ വാർഡിലല്ല അവർ താമസിക്കുന്നത് എന്ന് പറഞ്ഞാണ് മാറ്റിയെന്നൊക്കെയാണ് പറയുന്നത്. ഈ നമ്മുടെ ഈ ചർച്ചകളിലൊക്കെ കാണുന്നതാണ്. അപ്പം നമുക്ക് സാധാരണക്കാർ, നമുക്ക് എന്നെപ്പോലുള്ള ആൾ ചോദിക്കുന്ന ചോദ്യം, ശശി തരൂർ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്ന തിരുവനന്തപുരത്തല്ലോ, അദ്ദേഹം വന്ന് തിരുവനന്തപുരത്ത് മത്സരിച്ചു. അതുപോലെ ഇപ്പം നമ്മൾ തോമസ് ഐസക്ക് ആലപ്പുഴക്കാരനായിരുന്നു, അദ്ദേഹം വന്ന് പത്തനംതിട്ട മത്സരിച്ചു. അതുപോലെ രാഹുൽ മാങ്കൂട്ടം ആറന്മുളയായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഇവിടെ അടൂരായിരുന്നു, അദ്ദേഹം പോയി പാലക്കാട്ട് മത്സരിച്ചു. അങ്ങനെ പലരും, ഈ ഒരു തമിഴ്നാട്ടുകാരനുണ്ട്, രാഷ്ട്രപതി സ്ഥാനാർത്ഥിക്ക് വരെ മത്സരിക്കുന്ന ഒത്തിരി പ്രാവശ്യം മത്സരിച്ചിട്ടുള്ളൊരു പാർട്ടിയാണ്. അങ്ങനെ മാറിയും കയറിയും മത്സരിക്കുക. അപ്പോൾ ഈ വൈഷ്ണവയ്ക്ക് ഇതെന്ത് പറ്റി? അതോ ഇനി പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനൊരു ബാധകമുണ്ടോ? ആ വാർഡിൽ മാത്രം മത്സരിച്ചാലേ, അവർ താമസിക്കുന്ന വാർഡിൽ തന്നെ താമസിച്ചാലേ അവിടെ മത്സരിക്കാനൊക്കത്തുള്ളൂ. ഇതൊന്നും നമുക്കറിയാൻ വയ്യാത്ത കാര്യമാണ്. ആരെങ്കിലുമൊക്കെ അറിയാവുന്നവരൊന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാൽ നല്ലതായിരിക്കും. ഇപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ തന്നെ നമ്മുടെ ഒരു പഞ്ചായത്തിൽ ഒരു വാർഡിലുള്ള അപ്പുറത്തെ വാർഡിൽ ഒരു സംവരണ മണ്ഡലമാണെങ്കിൽ മാറി മത്സരിക്കും. അങ്ങനെയൊക്കെ ഉണ്ട്, അങ്ങനെ കേട്ടിട്ടുണ്ട്. ഇപ്പം വൈഷ്ണവ ജയിക്കുമെന്നുള്ള ഒരു ട്രെൻഡ് ഉണ്ടായപ്പോഴത്തേന് എങ്ങനെങ്കിലും അവരെ പോച്ച് പുറത്തിയാടിക്കുക എന്നുള്ള ഒരു ഇതുമായിട്ട് ഇറങ്ങിയിരിക്കുന്നു എന്ന് ആണ് കരുതാനും. ഏതായാലും നമ്മളൊക്കെ വൈഷ്ണവിക്ക് എത്ര ഇപ്രാവശ്യം മത്സരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അവർക്ക് സമയമുണ്ട്, വീണ്ടും മത്സരിക്കാനുള്ള ചാൻസൊക്കെ ഉണ്ട്. ജനങ്ങൾ വൈഷ്ണവയുടെ കൂടെ ഉണ്ട്. ഓക്കെ, ഗുഡ് നൈറ്റ്, ജയ് ഹിന്ദ്.